ഇത് കൊടങ്ങലാണ്. നമുക്ക് ഡ്രമ്മിൽ വളർത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാനോ അടയുണ്ടാക്കാനോ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് ബ്രഹ്മിയും കുടങ്ങലും. കുടങ്ങൽ ഉപയോഗിക്കുന്ന ആളുകൾ ബ്രഹ്മി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രഹ്മിക്ക് പകരം ഉപയോഗിക്കുന്ന ഔഷധമാണ് കുടങ്ങൽ. എല്ലാവർക്കും മലയാളികൾക്ക് സുപരിചിതമാണ് കുടങ്ങൽ. നമുക്ക് ഡ്രമ്മിലൊക്കെ വീട്ടിലിങ്ങനെ വളർത്താം. നല്ല വെള്ളം നനയുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് ആവശ്യത്തിന് എടുക്കാൻ, വീട്ടിലാവശ്യത്തിന് നമുക്ക് നിത്യവും വീട്ടിൽ വേണ്ടതാണ്. ദഹന പ്രശ്നങ്ങൾക്കും കുട്ടികളുടെ ഓർമ്മക്കുറവിനും ഒക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് കേശവർദ്ധിനിയാണ്. കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക. നല്ല ഒരു പൂവുണ്ട് കേശവർദ്ധിനിക്ക്. നല്ല സുഗന്ധമാണ് ഇലയ്ക്ക്. ഇതും നമ്മൾ വീട്ടിൽ നിത്യം വളർത്താം. നമുക്ക് എണ്ണ കാച്ചാൻ നേരത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ശേഖരം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പോലെ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഉണ്ടാകും. ഇതാണ് അതിൻ്റെ കായാണിത്. സർവ്വസുഗന്ധി. ഇതാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കായകൾ ഉണങ്ങി കഴിയുമ്പോൾ ഇത് നിറയെ തൈകൾ നമ്മൾ വിതച്ചാൽ മതി, നല്ല തൈകളുണ്ടാവും. അത് കായുടെ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് നമുക്ക് പാകാം. അത് കൂടെയാണ് കുടങ്ങൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു വീഡിയോയിൽ ഞാൻ ബ്രഹ്മിയും കാണിച്ചു തരാം. കുടങ്ങലും ബ്രഹ്മിയും നമ്മുടെ വളരെ അത്യാവശ്യമാണ് വീടുകളിൽ വയ്ക്കാനുള്ളത്. നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് കുടങ്ങൽ കൂടുതലായിട്ട് ഞാൻ വളർത്തുന്നത്. എനിക്കിവിടെ എപ്പോഴും അത്യാവശ്യമാണ്. കുടങ്ങലില്ലാതെ പറ്റില്ല. ഇപ്പോൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നീക്കാം. എപ്പോഴും ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സസ്യം, ഔഷധ സസ്യമാണ്. എല്ലാവരും ഇത് പ്രോത്സാഹിപ്പിക്കുക, വച്ച് പിടിപ്പിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ വച്ച് പിടിപ്പിക്കുക. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് അമ്പഴമാണ്. അപ്പോൾ ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞു, അച്ചാറിടാനെടുത്തു അമ്പഴങ്ങ. വീണ്ടും ഫ്ലവറിങ് ആയിട്ടുണ്ട്, കണ്ടില്ലേ ഈ ഡ്രമ്മിൽ. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ ഞാൻ 3 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. മുകളിൽ അമ്പഴമുണ്ട്, താഴെ കുടങ്ങലാണ്. കുടങ്ങലും കേശവർദ്ധിനിയും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അമ്പഴത്തിൽ കായൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പൂക്കളുണ്ട്. ഓൾ സീസണാണ്. എല്ലാ സമയത്തും നമുക്ക് ഇതിൽ നിന്ന് അമ്പഴങ്ങ കിട്ടും. 12 മാസവും കായുണ്ട്. ചെറിയ മരമാണ്. നമ്മളിങ്ങനെ കുള്ളനായിട്ട് നിർത്തിയിരിക്കണം. ഇതിന് ഇത്രയേ ഉള്ളൂ ഡ്രമ്മിൽ വലിപ്പം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും 5 കിലോയോളം എനിക്ക് കാ കിട്ടിയിരുന്നു. ശകരമൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ഒരു ഡ്രം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് ഉപകാരമാണ്. ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി മാത്രമാണ് വളമായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇടയ്ക്ക് ഇത്തിരി കുമ്മായം ഇട്ട് കൊടുക്കണം നമ്മൾ. മണ്ണിൻ്റെ pH ഒക്കെ കൂടുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് പച്ചയ്ക്കും പറിച്ച് കഴിക്കാവുന്നതാണ്. സാലഡിലൊക്കെ ഇടാൻ നല്ലതാണ് ഈ കുടങ്ങൽ. എല്ലാവരും കുടങ്ങൽ നമുക്ക് സാലഡിലിടാൻ വളരെ നല്ലതാണ്.